ഗുഡ് ഈവനിങ് ഓൾ. ലിറ്റററി ലെൻസിന്റെ 74-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗിരീഷ് കർണാഡ് എഴുതിയ പ്രശസ്ത കൃതിയായ ഹയവദനയാണ്. ഈ പുസ്തകത്തിന്റെ റിവ്യൂ പറയുന്നതിന് വേണ്ടി അങ്കിതയെ ക്ഷണിക്കുന്നു. ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ ലിറ്റററി ലെൻസിൽ ഹയവദന എന്ന് പറയുന്ന കൃതിയുടെ ഒരു സ്റ്റോറി, ആ ഒരു പ്ലേനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അത് എഴുതിയത് ഗിരീഷ് കർണാടാണ്, ഇന്ത്യൻ റൈറ്ററാണ് അദ്ദേഹം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇൻട്രോ ആയിട്ട് ഇതിന് പറയാനുള്ളത്, ഹയവദന എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്റ്റോറി അല്ല, അതൊരു പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലേ വിത്തിൻ എ പ്ലേ, നമ്മൾ മെറ്റാ തിയേറ്റർ, മെറ്റാ ഫിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്ന ഒരു നാടകമാണ് ശരിക്കും ഹയവദന എന്ന് പറയുന്നത്. ആ നാടകത്തിൽ തന്നെ വേറൊരു നാടകം വരുന്ന രീതിയിലാണ് ഈ ഹയവദന ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ ഗിരീഷ് കർണാട് ഈ ഹയവദനയുടെ ശരിക്കുള്ള ഈ ഐഡിയ എടുത്തിട്ടുള്ളത് തോമസ് മാൻ്റെ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. അപ്പോൾ ഈ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്നുള്ള ആ നോവലിൽ നിന്ന് ഈ ഒരു മെയിൻ ഐഡിയ എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ, ആ ഒരു കാര്യങ്ങൾ, ഇന്ത്യൻ ട്രഡീഷണൽ കൾച്ചറും എല്ലാം കൂടെ കൂട്ടി ഇണക്കി ഒരു വേറെ ലെവലിൽ പോകുന്ന ഒരു കൃതിയായിട്ടാണ് ഹയവദന ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ശരിക്കും ഈ ഹയവദന എന്ന് പറയുന്നത് ഗിരീഷ് കർണാടിന്റെ 3 പ്ലേസ് എന്ന് പറയുന്ന ശരിക്കൊരു ബുക്കിലെ ഒന്ന് മാത്രമാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ഈ ഹയവദന എന്ന് പറയുന്ന സംഭവം കുറച്ച് ലോങ് ആണ്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നത്. കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന സ്റ്റോറിയാണ്. കുറേയധികം ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നേരെ കിടക്കുകയാണ് അതിലേക്ക്. അപ്പോൾ ഹയവദന തുടങ്ങുന്നത് ഭാഗവത എന്ന് പറയുന്ന നെറേറ്റർ, അതായത് നമ്മുടെ ഈ കഥ പറഞ്ഞു തരുന്നത് ഭാഗവത എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ടീമും കൂടി ഒരു നാടകം അരങ്ങേറുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യം ദൈവത്തിനൊരു പൂജ നൽകുകയാണ്. ഇവിടെ ദൈവം എന്ന് പറയുന്നത് ലോർഡ് ഗണേശ, ഗണപതി അല്ലെങ്കിൽ വിഘ്നേശ്വരൻ. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുൻപ് വിഘ്നേശ്വര പൂജ ചെയ്യുക, തടസ്സങ്ങളൊക്കെ നീക്കാന്നുള്ള രീതിയിൽ വരുന്നുണ്ട്, ആ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇവിടെ ഗണപതിക്ക് ഒരു പൂജ ചെയ്യാന്നുള്ളതിന് ഇത് മാത്രമല്ല, നമുക്ക് ഈ എൻഡ് ഓഫ് ദ പ്ലേ ഒരു സംഭവം മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ ആദ്യം ഗണപതിയെ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇട്ടത് എന്നുള്ള കാര്യം പറയും. അല്ലെങ്കിൽ അത് ഗിരീഷ് കർണാട് ആദ്യം തന്നെ ഒരു ക്ലൂ ഇട്ട് തരുന്ന പോലെയാണ് ലോർഡ് ഗണേശനെ ഇവിടെ പറയുന്നത്. അപ്പൊ ഭാഗവത ഇവിടെ ആദ്യം പൂജ ചെയ്യുകയാണ്. അവര് ഒരു പ്ലേ കളിക്കാൻ പോവുകയാണ്. സോ തിയേറ്റർ ആ ഒരു സ്റ്റേജിലാണ്. അപ്പൊ അതിനൊരു എല്ലാ സക്സസ്സും ഉണ്ടാവണേ, ഒരു വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഒരു പൂജ നടത്താണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഓഡിയൻസിന്റെ നേരേക്ക് ഭാഗവത എന്ന് പറയുന്ന ക്യാരക്ടർ തിരിഞ്ഞിട്ട് പറയും, ഈ ഒരു നാടകം നടക്കാൻ പോകുന്നത് ഒരു വില്ലേജിലാണ്. ഒരു വില്ലേജിന്റെ പേരുണ്ട്. ആ വില്ലേജിലാണ്, ധർമ്മപുര എന്ന് പറയുന്ന ആ വില്ലേജിലാണ് നടക്കുന്നത്. അതിൽ 2 പ്രധാന ക്യാരക്ടേഴ്സ് ആണ്, 2 സുഹൃത്തുക്കളാണ് ഉള്ളത്, ദേവദത്തയും കപിലയും. അപ്പോൾ ദേവദത്ത എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മിൺ ഫാമിലിയിൽ ഉള്ള ഒരു ആളാണ്. ദേവദത്ത ഇന്റലക്ച്വൽ മൈൻഡ് ഭയങ്കരമായിട്ട് കൂടുതൽ ഉള്ള ആളും കൂടിയാണ് ദേവദത്ത എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ കപില എന്ന് പറയുന്നത് ഒരു കമ്മിങ് ഫ്രം എ കോമൺ ഫാമിലി, ഒരു കോമൺ ഫാമിലിയിൽ നിന്നാണ് കപില വരുന്നത്. കപില ഒരു ജസ്റ്റ് നോർമൽ ഫാമിലി ലീഡ് ചെയ്യുന്ന ഒരു അയൺ സ്മിത്തിന്റെ മകനാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് അവിടുത്തെ ഗ്രാമവാസികൾ തന്നെ നല്ല, അതായത് 2 ശരീരവും ഒരു മനസ്സും കോർത്തിണക്കിയ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രശംസിച്ചിരുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഇത്രയും ഭാഗവത പറഞ്ഞു വരുന്ന വഴിക്ക് പെട്ടെന്ന് ആ ഒരു ഇൻസിഡന്റ് ഇന്ററപ്റ്റ് ആവുന്ന പോലെ, അല്ലെങ്കിൽ അതിന്റെ ഇടയിലേക്ക് ഭാഗവതയുടെ സ്റ്റേജിൽ ഈ ഒരു പ്ലേ കളിക്കുന്ന മെമ്പർ പെട്ടെന്ന് ഓടി വരുന്നു. ഞാനൊരു ജീവിയെ കാണുന്നുണ്ട്, അങ്ങനെ പല പിച്ചും പേയും പറഞ്ഞിട്ട്, ഒരു കുതിര അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, എന്താണാവോ അത്, അങ്ങനെയൊക്കെ പേടിച്ച് വന്നിട്ട് പറയുന്ന പോലെ ഭാഗവത. അപ്പൊ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോ ഭാഗവത നോക്കുമ്പോ അപ്പോഴാണ് ശരിക്കും ഹയവദന എൻ്റർ ചെയ്യുന്നത്. അടുത്ത ക്യാരക്ടർ ഹയവദന എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹയവദന വന്നിട്ട്, ഹയവദന എന്ന് പറയുമ്പോൾ കുതിരയുടെ തലയും ബാക്കിയുള്ള ശരീരവും ഉടലും എല്ലാം, ബാക്കിയുള്ള ആ ഒരു റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് മനുഷ്യനുമാണ്. അപ്പോൾ ഭാഗവത് അത് വിശ്വസിക്കാതെ കുതിരയുടെ ആ മുഖമുള്ള ആ ഒരു സംഭവം പിടിച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതൊരു മാസ്ക് ആണെന്ന് വിചാരിച്ചിട്ട്, ഒരു മുഖംമൂടിയാണെന്ന് വിചാരിച്ചിട്ട് പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അത് പിടിച്ചു വലിക്കുമ്പോൾ കിട്ടുന്നില്ല.
അപ്പൊ പെട്ടെന്ന് തന്നെ ഭാഗവതിക്ക് അത് മനസ്സിലാവുന്നുണ്ട്, ഇത് കളിപ്പിച്ചതല്ല, ശരിക്കുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഹൈവദനയുടെ സ്റ്റോറി പറയുകയാണ്. ഞാനെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു പിറവി എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്, അല്ല എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു പ്രിൻസസ് ആണ്. അച്ഛൻ എന്ന് പറയുന്ന ഒരു സെലസ്റ്റിയൽ ബീയിങ് ആണ്. അതായത് നമ്മുടെ ദേവന്മാര്, ഗന്ധർവൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള. അപ്പൊ ആ രണ്ടുപേരിൽ നിന്നും ജനിച്ച അല്ലെങ്കിൽ പിറവിയെടുത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് കുതിരയുടെ ആ ഒരു ഫേസും ബാക്കിയുള്ളത് മനുഷ്യന്റെ ഒരു ബോഡി പാർട്ടും ഹ്യൂമൻ വോയിസും ആണ് എനിക്കുള്ളത് എന്ന് പറയാണ്. ഭാഗവത് അപ്പൊ തന്നെ ഹൈവദനയോട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അടുത്തൊരു കാളിയുടെ ക്ഷേത്രമുണ്ട്, ടെമ്പിൾ ഉണ്ട്, അവിടെ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കൂ, ദേവി അനുഗ്രഹിക്കും എന്ന് പറയുന്നുണ്ട്. ഹൈവദൻ ഇത് കേട്ടിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. ഭാഗവത വീണ്ടും നമ്മുടെ ഓഡിയൻസിന് മേലേക്ക് തിരിഞ്ഞിട്ട് വീണ്ടും ആ പ്ലേ തുടരുകയാണ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് കപില, ആം, ദേവദത്ത ഇവർ രണ്ടുപേരും ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഇതിനിടയ്ക്ക് ദേവദത്ത അടുത്തൊരു ക്യാരക്ടറിനോട്, പത്മിനി എന്ന് പറയുന്ന ക്യാരക്ടറിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ പത്മിനി, എങ്ങനെയാണ് പത്മിനിനെ കാണുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പത്മിനിനെ കാണുന്നു, പത്മിനിയെ ഇഷ്ടപ്പെടുന്നു. അതൊക്കെ കപിലയോട് വന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പത്മിനിയെ ഇഷ്ടമാണ്, എനിക്ക് അവളെ വിവാഹം ചെയ്യണമെന്നുണ്ട്. പത്മിനിയുടെ സൗന്ദര്യത്തെ കുറിച്ച് പിന്നെ കുറച്ച് വർണ്ണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറയുന്നുണ്ട്. അപ്പോ കപിലയോട് ഒരു കാര്യം കൂടെ ഈ ദേവദത്ത പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പത്മിനിയെ എന്തെങ്കിലും എനിക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഉടലും ശരീരവും എല്ലാം ദേവിക്ക് കാണിക്ക വെക്കും, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പൊ കപില ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ കണ്ടിട്ട് അതിലിങ്ങനെ മയങ്ങി വീഴുന്നത്, എന്തിനാണ്, നീ ഇത്രയേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ ദേവദത്ത പറയുന്നുണ്ട്, അല്ല എനിക്ക് അവളെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കപില പറയും, ശരി, നീ എന്റെ സുഹൃത്തല്ലേ, ഞാൻ തന്നെ അവളുടെ അടുത്ത് പോയി സംസാരിക്കാം, നിങ്ങളുടെ വിവാഹം ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ദേവദത്ത ഈസ് എൻ ഇന്റലക്ച്വൽ പേഴ്സൺ. അദ്ദേഹത്തിന് നന്നായിട്ട് ഒരു ഇന്റലക്ച്വലി അദ്ദേഹം വളരെ മുന്നിലാണ്. കപില എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഒക്കെ നോർമൽ ആണെങ്കിലും, ഇന്റലക്ച്വൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്, ഫിറ്റ്നസ്, ആ മസ്കുലർ ബോഡി, ഒരു ഐഡിയൽ മാൻ എന്നാണ് ഗിരീഷ് കർണാട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് ഫീച്ചേഴ്സ് ഉള്ളവരാണ് രണ്ട് ക്യാരക്ടേഴ്സും. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങനെ കപില ഈ പത്മിനിയുടെ വീട്ടിൽ പോയിട്ട് പത്മിനിയെ കാണുന്നു. പത്മിനിയോട് പറയുന്നുണ്ട്, പത്മിനി ഈ ഒരു വീട്ടിന്റെ കതക് തുറക്കുന്ന സമയത്ത് പത്മിനിയെ ആദ്യമായിട്ട് കപില കാണുമ്പോൾ കപിലയ്ക്ക് പത്മിനിയോട് ഇഷ്ടം തോന്നുകയാണ്. അപ്പോ അതില് വീണുപോയി കപിലയും. അപ്പോ കപില ഇങ്ങനെ ഒന്നും മിണ്ടാതെ ആ ഒരു ബ്യൂട്ടിയിൽ മയങ്ങി നിൽക്കുന്ന സമയത്ത് പത്മിനി ചോദിക്കും, എന്തിനാണ് വന്നത്, ആരെ കാണാനാണ്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ കപില പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്തായ ദേവദത്തയ്ക്ക് തന്നെ ഇഷ്ടമാണ്, അപ്പൊ ഈ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ പറയുന്നു. പത്മിനി ഉടനെ അടി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭാഗവത നമുക്ക് വെക്കുന്ന, ഭാഗവത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറേറ്റർ ആണ്, ഈ കഥകളൊക്കെ പറയുന്ന ആളാണ്. ഭാഗവത നമുക്ക് പറഞ്ഞു തരുന്നത്, ആ ബുക്കിലുള്ളത് അല്ലെങ്കിൽ ഭാഗവത പറയുന്നത് ഇവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു എന്നാണ്. അതായത് ദേവദത്തയുടെയും പത്മിനിയുടെയും വിവാഹം കഴിഞ്ഞു. കപിലയും ദേവദത്തയും പത്മിനിയും കൂടി ആ വീട്ടില് മൂന്ന് പേരും കൂടെ ഉറ്റ സുഹൃത്തുക്കളായിട്ട് അവിടെ പിന്നീട് ഉള്ള കാലം ജീവിക്കുക എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് പിന്നെ ഭാഗവത നേരെ പറയുന്നത്, പത്മിനി ഇപ്പൊ 6 മാസം ഗർഭിണിയാണ്, പ്രഗ്നന്റ് വിത്ത് എ ബോയ് എന്ന് പറയുന്നുണ്ട്. പ്രഡിക്ഷൻ ചെയ്തിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട് ബോയ് ആണ് വയറ്റിലുള്ളത് എന്നുള്ളത്. അപ്പോ പത്മിനി പത്മിനിയുടെ വയറ്റിൽ ഈ ബോയ് ആണ്. അങ്ങനെ പത്മിനി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യങ്ങളും ഗിരീഷ് കർണാട് പറഞ്ഞിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ഒരു സംഭവം ഒരു 6 മാസം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇവര് 3 പേരും കൂടിയിട്ട് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്, അതായത് ഈ 3 സുഹൃത്തുക്കളും കൂടി പ്ലാൻ ചെയ്തിരുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു യാത്ര വേണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോലെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഇവര് ആ ഒരു സമയത്ത് തന്നെ ദേവദത്തയ്ക്ക് ചെറിയൊരു ഡൗട്ട്, അല്ലെങ്കിൽ ചെറിയൊരു സംഭവം തോന്നിയിരുന്നു. ദേവദത്തയ്ക്ക് ഒരു സംഭവം തോന്നിയത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പത്മിനിക്ക് ചെറുതായിട്ട് കപിലയോട് ഒരു ഇഷ്ടം തോന്നുന്ന പോലെ ദേവദത്തയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ദേവദത്തയും കപിലയും തമ്മിലുള്ള ഒരു ചെറിയൊരു പ്രശ്നം അവിടെ വെച്ചിട്ട് തന്നെ തുടങ്ങുന്നുണ്ട്. അത് ദേവദത്ത പുറത്തു പറയണമൊന്നുമില്ല. അങ്ങനെ പത്മിനി ഉജ്ജയിനിലേക്ക് പോകണം, അതിനു വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് ദേവദത്ത ചോദിക്കുന്നുണ്ട് പത്മിനിയോട്, നീ ഈ ഒരു അവസ്ഥയിൽ എന്തിനാണ് പോകുന്നത്, പോകണോ, ഉജ്ജയിനിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ
പത്മിനി ദേവദത്തയോട് പറയുന്നത്, ആ വേണ്ട, അങ്ങനെ പോവാണ്ടിരുന്ന നമുക്ക് രണ്ടുപേർക്കും കുറച്ചും കൂടെ സമയം കിട്ടുമല്ലോ, അത് മതി എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് കപില നമ്മുടെ കാളവണ്ടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് പോകുന്ന സമയത്ത്, അല്ല അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പത്മിനിയുടെ ഭാവം മാറിയിട്ട്, ആ പോവാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് പത്മിനി പോകുന്നുണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ. പത്മിനിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച്, പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് ഉജ്ജയിനിലേക്ക് പോകുന്നുണ്ട്. ഈ കാളവണ്ടിയിൽ പോവുകയാണ്. കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് ഇവര് കാട്ടിലൂടെയാണ് ഉജ്ജയിനിലൂടെ പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവര് നേരത്തെ പറഞ്ഞിരുന്നു, കപിലയുടെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഭയങ്കര ഫിറ്റ് ആണ്, മസ്കുലാർ ബോഡി സ്ട്രെങ്ത്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു ഫിസിക്കൽ ഡിസയർ ആണ് പത്മിനിക്ക് കപിലയോടുള്ളത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു പൂവുണ്ട്, ഒരു ലേഡി ഫോർച്ചുനേറ്റ് ഫ്ലവർ എന്നാണ് അതിന് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പേര്. സാധാരണ ഒരു നോർമൽ ഫ്ലവർ ആണ്, അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പോകുന്ന സമയത്ത് ആം, ഈ പൂവിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കപില ഈ യാത്രയൊക്കെ അവിടെ നിർത്തിയിട്ട് വേഗം ഓടി ആ മരത്തിന്റെ മീതെയൊക്കെ ചാടി പിടിച്ച് കയറി ആ ഫ്ലവർ എടുത്തിട്ട് പത്മിനിക്ക് കൊടുക്കുന്നുണ്ട്. അവന്റെ സ്നേഹം, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. അപ്പൊ അതവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ദേവദത്തയ്ക്ക് ഇമോഷണലി അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ആ സമയത്ത് ഇവരൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ്. കപിലയാണ് പത്മിനിയുടെ കൂടെ നടന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ ദേവദത്തയ്ക്ക് പണ്ട് ഒരു വാക്ക് കൊടുത്തിരുന്നത് ഓർമ്മ വരികയാണ്. ഞാന് പത്മിനിയെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഉടലും, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സാക്രിഫൈസ് ചെയ്യാം കാളിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞൊരു ആ ഒരു സംഭവം ഓർമ്മ വന്നിട്ട് ഇവരറിയാതെ ദേവദത്ത കാളിയുടെ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കപില തിരിഞ്ഞു നോക്കുമ്പോൾ ദേവദത്തയെ കാണാനില്ല. അങ്ങനെ നീ ഇവിടെ ഇരുന്നോളൂ പത്മിനി, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു, ആ കാട്ടിലേക്ക് പോകുന്നു. കാളിയുടെ അമ്പലത്തിൽ എങ്ങനെയോ എത്തുന്നു. കാളിയുടെ അമ്പലത്തിൽ എത്തിയിട്ട് ഇവിടെ എത്തുമ്പോൾ അവിടെ ജീവനറ്റ് കിടക്കുന്ന ദേവതത്തെ കപില കാണുന്നുണ്ട്. കഴുത്തും അല്ലെങ്കിൽ തലയും ശരീരവും വേററ്റ് കിടക്കുന്ന ദേവതത്തെ കാണുമ്പോൾ കപില പറഞ്ഞു വരുന്നത്, എൻ്റെ സുഹൃത്തില്ലാതെ എനിക്ക് ജീവൻ വേണ്ട. ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പോഴും ഉണ്ട്, പക്ഷെ പത്നിയോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഇവനില്ലാതെ ഇനി ജീവിതം വേണ്ടാന്നും പറഞ്ഞിട്ട് അവിടെ കാളിയുടെ ആ ഒരു വിഗ്രഹത്തിന്റെ അടുത്തുള്ള വാൾ തന്നെയാണ്, ആ വാൾ എടുത്തിട്ടാണ് വെട്ടുന്നത്. അങ്ങനെ വെട്ടിയിട്ട് തലയും ഇതും വെവ്വേറെ ആയിട്ട് അവിടെ കിടക്കുകയാണ് ഇപ്പോ ദേവദത്തയും കപിലയും. കുറെ നേരമായിട്ട് ഇവർ രണ്ടുപേരും കാണാതെ പത്മിനി അവിടെ നിന്നിട്ട് പത്മിനിയും കാട്ടിലേക്ക് പോകുന്നു. അങ്ങനെ പത്മിനി കാട്ടിലൂടെ പോയി ആ ഒരു കാളിയുടെ അമ്പലത്തിൽ എത്തുമ്പോൾ രണ്ടുപേരും ഇത്രകാലം ഒപ്പം ജീവിച്ചിരുന്ന ദേവദത്തയും ഇപ്പോ കുറച്ച് സ്നേഹം തോന്നിയ കപിലയും രണ്ടുപേരും തലയില്ലാതെ ഉടല് മാത്രമായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന അത് കാണുമ്പോൾ ഇവർക്ക് ഈ പത്മിനി പിന്നെ ഈ കാളിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ പറയാണ്, ഇവർ രണ്ടുപേരും ഇല്ലാതെ എനിക്ക് എന്തിനാണ് ഇനി ജീവിതം, അതിനി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വാളെടുത്തിട്ട് വെട്ടാൻ ഓങ്ങുന്ന സമയത്ത് കാളി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ ഈ കാളിയുടെ ഒരു പ്രത്യേകത, ഇത്രയും കാലം ഗാഠനിദ്രയിലായിരുന്നു, പെട്ടെന്ന് ഉറക്കത്തുനിന്ന് വിളിച്ച് ഉണർത്തിയപ്പോ കാളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാളി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് ഒരു കോട്ടുവായ കെട്ടിട്ടാണ്. അപ്പൊ കൂട്ടുവായ കെട്ടിട്ട് നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് വെട്ടി താഴ്ത്തിട്ട് ഇങ്ങനെ മരിക്കാനാണോ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ കാളി ചോദിക്കുന്നുണ്ട്. ആ ഒരു കർണാടക കൊടുന്ന ഒരു സ്പെസിഫിക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാളിയുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, എനിക്ക് ഇവർ രണ്ടുപേരും ഇല്ല, ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ കാളി പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, ഇവർ രണ്ടുപേരുടെയും തലയാണല്ലോ പറത്തിട്ടുള്ളത്, അപ്പൊ രണ്ടുപേരും ഒന്ന് ശരിക്കും അവിടെ ആ ശരീരത്തോട് ഒട്ടിച്ചോളും, ഞാൻ ഇവർക്ക് എന്തായാലും ഒരു ജീവൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ തഥാസ്തു എന്ന് പറഞ്ഞിട്ട് കാളി അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോ അവർക്ക് ജീവൻ വന്നു, അവർ രണ്ടുപേരും എണീറ്റു. അപ്പോഴാണ് വേറൊരു ട്വിസ്റ്റ് നടക്കുന്നത്. എന്താന്ന് വെച്ചാല് ആ ഒരു ടെൻഷനിൽ രണ്ടുപേരുടെയും തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടാണ് പത്മിനി അവർക്ക് ജീവൻ നൽകിയത്. അപ്പോ ഇപ്പോ ദേവദത്തയുടെ തലയും കപിലയുടെ ശരീരവും കപിലയുടെ തലയും ദേവദത്തയുടെ ശരീരവുമാണ് ഇപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് കപിലയ്ക്കും ആ ഒരു പത്മിനിന്റെ കൂടെ വേണം എന്നുള്ള ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് കപിലയുടെ ശരീരമുള്ള ദേവദത്തയുടെ തല ആണ് പിന്നെ പറഞ്ഞത്, ദേവദത്തയുടെ ഹെഡായിട്ട് നിൽക്കുന്നതാണ് ശരിക്കും റൂള്, അതുകൊണ്ട് അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ കൂടെയാണ് വരേണ്ടതെന്ന് ദേവദത്തയുടെ തലയും കപിലയുടെ ശരീരവുമുള്ള ക്യാരക്ടർ പറയുകയാണ്. അപ്പോ കപിലയുടെ തലയും ദേവദത്തയുടെ ശരീരവുമുള്ള ആ ക്യാരക്ടർ പറയുന്നു, എൻ്റെ കൈ പിടിച്ചാണ് അവൾ വന്നത്, അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് എൻ്റെയാണ്, അതുകൊണ്ട് എൻ്റെ കൂടെയാണ് പത്മിനി വരേണ്ടത്. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നു. പത്മിനി അവസാനം തീരുമാനിക്കുന്നത്
കപിലയുടെ ശരീരവും ദേവദത്തയുടെ തലയുമുള്ള ദേവദത്തയുടെ കൂടെ പോകാനാണ് പത്മിനി അവസാനം തീരുമാനിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നു. അവിടെ വെച്ചിട്ട് ഇവര് 3 പേരും ഒരുമിച്ച് ജീവിച്ചിരുന്ന ആ ഒരു സംഭവം അവിടെ വെച്ച് മുറിഞ്ഞ് സെപ്പറേറ്റ് ആവുന്നുണ്ട്. കപില പിന്നെ കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. മറ്റു രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് ദേവദത്തയും പത്മിനിയും കൂടി പോകുന്നുണ്ട്. പിന്നെ ഇതൊരു 2 ആക്ട് പ്ലേ ആണ്. രണ്ടാമത്തെ ആക്ട് തുടങ്ങുന്നത് ഇപ്പോ ഒരു കുട്ടിയുണ്ട് അവർക്ക്, ആൺകുട്ടിയാണ്, പറഞ്ഞ പോലെ തന്നെ ഒരു ആൺകുട്ടിയാണ്. ഇതില് കർണാട് ഉപയോഗിച്ച വേറൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാല് ഡോൾസ് ആണ്. ഡോൾസ് ഇവിടെ സംസാരിക്കും. നമുക്ക് സാധാരണ കുട്ടിക്ക് കളിക്കേണ്ട പാവയാണെങ്കിൽ പോലും മനുഷ്യന്മാരുടെ പോലെ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡോൾസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നാടകത്തിൽ അത് അരങ്ങേറുന്നില്ലെങ്കിലും ഈ ഡോൾസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഈ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ നടന്ന ചേഞ്ചസുകളാണ് ഈ ഡോൾസ് പറയുന്നത്. അതായത് ഇപ്പോ ദേവദത്തയുടെ തലയും കപിലയുടെ ശരീരവുമുള്ള ദേവദത്ത, അതായത് കപിലയുടെ ശരീരം ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഒരു വർക്കും ചെയ്യാതെ ബ്രാഹ്മിൺ ഫാമിലിയിലെ ഹൈ സ്റ്റാറ്റസിലുള്ള ഒരാളായിട്ടാണ് ദേവദത്ത ഇരിക്കുന്നത്. അപ്പൊ ഒരു ഹാർഡ് വർക്കിംഗ് ഒക്കെ കുറഞ്ഞത് കൊണ്ട് ആ ഒരു ശരീരം ക്ഷയിച്ച് നോർമൽ ആയിട്ട് വന്നിരിക്കുന്നു. നേരെ മറിച്ച് കപിലയുടെ ശരീരം, കപിലയുടെ തലയും ദേവദത്തയുടെ ശരീരവുമുള്ള കപിലയാണെങ്കിൽ ആ ഒരു കാട്ടില് അത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ട് ആ ഒരു ശരീരം വീണ്ടും ചേഞ്ച് ആയി കപിലയുടേത് പോലെ തന്നെ ആയിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഡോൾസുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിന്റെ ഇടയിൽ ഒരു പ്ലേയിൽ എനിക്ക് തോന്നുന്നു ഒരു ബ്രാക്കറ്റിലാണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. ഒരു പ്രൊലോഗ് പോലെ അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വരുന്ന ഒരു സംഭവമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡോൾസ്, ഈ കുട്ടിക്ക് കളിക്കേണ്ട ഡോൾസ് നാശാവുന്നത് കണ്ടപ്പോ പത്മിനി ദേവദത്തയോട് അത് പോയിട്ട് വാങ്ങണം, വാങ്ങി വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഡോൾസ് ഇവിടെ നിന്നും കിട്ടില്ല. ഒരു 3 വീക്കൊക്കെ യാത്ര ചെയ്ത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് ഈ ഡോൾസ് കിട്ടുന്നത്. അതിനുവേണ്ടി ദേവദത്ത പോകുന്നു. ആ സമയത്ത് പത്മിനിയും മകനും വീട്ടിൽ ഒറ്റയ്ക്കാണ്. ആ സമയത്ത് പത്മിനി മകനെയും എടുത്ത് കാട്ടിലൊന്ന് പോവും. ഇങ്ങനെ സഞ്ചരിക്കാൻ വെറുതെ ഒരു യാത്രയ്ക്ക് തിരിച്ചതാണ്. അപ്രതീക്ഷിതമായിട്ട് കപിലയെ കാണുന്നുണ്ട്. കപിലയെ കാണുമ്പോൾ ആ ഒരു പഴയ ഒരു ഡിസയർ പിന്നെയും വരികയാണ് പത്മിനിക്ക്. അപ്പോ പത്മിനി അവിടെ കുറേ രാത്രികള് അവര് അവിടെ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ഈ ഡോളുമായിട്ട് തിരിച്ചെത്തുന്ന ദേവദത്ത വീട്ടിൽ വന്നപ്പോൾ അവരെ കാണാനില്ല. അപ്പൊ തന്നെ ദേവദത്തയ്ക്ക് മനസ്സിലായി, ശരിക്കും ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു സംഭവം നടന്നതിന്റെ ശേഷം തന്നെ, അല്ലെങ്കിൽ ദേവദത്തയുടെ ആ ചേഞ്ചസ് ഉണ്ടായിരുന്നല്ലോ, ദേവദത്തയുടെ തലയും കപിലയുടെ ശരീരവുമായിരുന്ന ആ ഒരു ക്യാരക്ടർ പിന്നെ പിന്നെ ആ ഒരു ശരീരത്തിനുണ്ടായ ചേഞ്ചസ് കാരണം പത്മിനിക്ക് സ്നേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ദേവദത്ത ഉറപ്പിക്കുകയാണ് കപിലയുടെ അടുത്തായിരിക്കും. അങ്ങനെ കപിലയും ദേവദത്തയും കാട്ടിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടുന്നു. ദേവദത്ത കപിലയോട് പറയുന്നു, നമുക്ക് ഇതിലൊരു തീരുമാനം വേണം. എത്ര കാലമാണ് നമ്മൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട്, അതായത് ഇപ്പോ കപിലയും അതെ ദേവദത്തയും അതെ കംപ്ലീറ്റ് അല്ല, ഒരാളുടെ തലയും മറ്റൊരാളുടെ ശരീരവുമാണ്. അപ്പൊ രണ്ടുപേരും കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല. പത്മിനിയും അതേപോലെ തന്നെയാണ്, ആരുടെ കൂടെ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ആ ഒരു സംഭവം. അതുകൊണ്ട് ഇതിൽ ഇന്നൊരു തീരുമാനം വേണം എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ ഫൈറ്റ് ആണ്. ആ ഫൈറ്റിൽ രണ്ടുപേരും മരിക്കുകയാണ്. ആ സമയത്ത് പത്മിനി ഇനി ഇവരില്ലാതെ ഞാൻ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പത്മിനി ഒരു സതി, ആ ഒരു ആക്ട് സതി ചെയ്യുകയാണ്. അപ്പോ മകൻ എപ്പോഴും അവിടെ ഉണ്ട്. സതി ചെയ്യുന്ന ഇവര് ഈ ഒരു 3 മരണങ്ങളോട് കൂടിയിട്ട് ഈ ഒരു നാടകം അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഭാഗവത പിന്നീട് ആ നാടകം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കുതിര നടന്നു വരുന്നുണ്ട്. ആ കുതിര നടന്നു വന്നിട്ട് ഒരു പാട്ട് പാടിയിട്ടാണ് കുതിര നടന്നു വരുന്നത്. അതേസമയം ഇവരുടെ ടീമിലെ ഒരു ആള് ഒരു ചെറിയ ആൺകുട്ടിയുമായിട്ട് നടന്നു വരുന്നുണ്ട്. ആ ആൺകുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒരു ഇമോഷൻസും ഇല്ല. ഇതുവരെ ചിരിച്ചിട്ടില്ല, ഇതുവരെ കരഞ്ഞിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഈ ഒരു ആൺകുട്ടി. ഈ കുതിര എങ്ങനെന്ത് ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് വരുന്നത്. അടുത്തെത്തിയപ്പോ ഈ കുതിര ഭാഗവതയോട് ചോദിക്കുകയാണ്, എന്നെ ഓർമ്മയുണ്ടോ, എന്നെ മനസ്സിലായോ? അപ്പൊ ഭാഗവത ചോദിക്കുകയാണ്, നീ ഹയവദനയല്ലേ, അപ്പൊ നീ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൺ ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഒരു കുതിരയാണ്. അപ്പോ ഹയവദന പറയാണ്, ഇപ്പോ കുതിരയാണ് പക്ഷെ മനുഷ്യന്റെ വോയിസ് ഉണ്ട് കേട്ടോ, കുതിരയുടെ അല്ല, മനുഷ്യന്റെ വോയിസ് ആണ്. അങ്ങനെയാണ് ഇവര് സംസാരിക്കുന്നത്. ആ സമയത്ത് കുതിര അല്ലെങ്കിൽ ഹയവദന പറയുകയാണ് ഭാഗവതയോട്, ഭാഗവത പറഞ്ഞ പോലെ ഞാൻ കാളിയുടെ അമ്പലത്തിൽ പോയി, കാളിയെ പ്രാർത്ഥിച്ചു, കാളി പ്രത്യക്ഷപ്പെട്ടു, കാളിയോട് ഞാൻ ചോദിച്ചു, വരം ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കുമോ, എന്നെ കംപ്ലീറ്റ് എന്നുള്ള ആ ഒരു സംഭവം വന്നപ്പോഴേക്കും എന്നെ കാളി പ്രത്യക്ഷപ്പെട്ടിട്ട് തഥാസ്തു എന്ന് പറഞ്ഞു പോയി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൺ എന്നാണ് പറയാൻ വന്നത്, പക്ഷെ ഹ്യൂമൺ കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ തന്നെ കാളി ഉറക്കത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ ഹയവദന പറഞ്ഞത്.
അപ്പൊ ഈ ബോയ്, ഈ ഒരു ചെറിയ കുട്ടി ഹയവദനയുടെ ഈ ഒരു സംസാരം കേട്ടിട്ട് ചിരിച്ചു, നന്നായിട്ട് ചിരിച്ചു. എന്നിട്ട് ഈ കുട്ടി ഓരോ പാട്ട് പാടി, എന്റെ പാട്ടിന്റെ ഒപ്പം പാടിക്കോളൂ, അല്ലെങ്കിൽ നല്ലപോലെ ചിരിക്കൂ, ഉറക്കനെ ചിരിക്കൂ എന്നൊക്കെ ഈ കുതിരയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ കുതിര ഇങ്ങനെ ആ ഹ്യൂമൻ വോയിസ് ആണ് കുതിരയ്ക്കുള്ളത്. അപ്പൊ ആ ചിരി അല്ലെങ്കിൽ ആ ഒരു സംസാരം നന്നായിട്ട് ഉറക്കനെ ഈ കുട്ടിയുടെ കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുതിരയുടെ ഈ ചിരി കുതിരയുടെ സൗണ്ട് ആയിട്ട് തന്നെ അങ്ങോട്ട് മാറി. അതായത് കുതിര ആ ഒരു ശരീരം, ആദ്യം ഹൈവദനയ്ക്ക് കുതിരയുടെ മുഖവും ഹ്യൂമൻ വോയിസും ഹ്യൂമൻ ബോഡിയും ആയിരുന്നു. കാളിയുടെ ആ ഒരു അനുഗ്രഹം കിട്ടിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടൊരു കുതിരയായി, പക്ഷേ ഹ്യൂമൻ വോയിസ് അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി കാരണം, ഈ കുട്ടിയുടെ ആ ഒരു സംഭവം കൊണ്ട് തന്നെ ഈ കുതിരയുടെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് കുതിരയുടെ സൗണ്ടായിട്ട് തന്നെ മാറി, ഹ്യൂമൻ വോയിസ് പോയിട്ട് കുതിരയുടെ സൗണ്ടായിട്ട് മാറി. അപ്പോൾ ഭാഗവത ലാസ്റ്റ് ഈ പ്ലേയില് പറയുന്നുണ്ട്, ലോർഡ് ഗണേഷിനോട് നന്ദി പറയുന്നുണ്ട്, ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നാടകം ഭംഗിയായിട്ട് അവസാനിച്ചതിന് നന്ദി, അത് കംപ്ലീറ്റ് ആക്കിയതിന് നന്ദി, ഹയവദന എന്ന് പറയുന്ന ആ ആളെ കംപ്ലീറ്റ് ആക്കിയതിന് നന്ദി. ഈ ബോയ് എന്ന് പറയുന്നത് ഒരു ഇമോഷനും ഇല്ലാതെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആ ഒരു ബോയ് എന്ന് പറയുന്ന ആളെ, അല്ലെങ്കിൽ ആ ഒരു ബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ കുട്ടിയെ ഇപ്പൊ ഒരു കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്, ഒരു ഇമോഷൻസ് വന്നു, സംസാരിച്ചു തുടങ്ങി. അപ്പൊ അത് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആക്കിയതിന് അതിനും നന്ദി. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു നാടകം അവസാനിക്കുന്നത്. അപ്പോൾ കർണാട് ഈ ഒരു പ്ലേയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിലൂടെ, ഈ ഒരു പ്ലേയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് ഇൻകംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞൊരു തീമാണ്. ഇൻകംപ്ലീറ്റ്നെസ് ഒരു മുഴുവനല്ലാത്ത ആ ഒരു സംഭവം, അതിവിടെ നമുക്ക് ഹയവദനയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. കപില, ദേവദത്ത, പത്മിനി, ഈവൻ പത്മിനിയിൽ വരെ ഇൻകംപ്ലീറ്റ് ആണ്. കാരണം കപിലയെ ആ ഒരു ഫിസിക്കൽ ഡിസയർ ആയിരുന്നു പത്മിനിക്ക് കപിലയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദേവദത്തയുടെ ആ ഒരു ഇന്റലക്ച്വൽ പവറും വേണമെന്നുണ്ടായിരുന്നു. ആ ഒരു കംപ്ലീറ്റ്നെസ് ആഗ്രഹിച്ചിരുന്നു പത്മിനി. അതുപോലെ ദേവദത്തയും കപിലയും രണ്ടുപേരുടെയും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ അവർക്കും പഴയ പോലെ കംപ്ലീറ്റ് ആവണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ് ഫോർ കംപ്ലീറ്റ്നെസ് ലെറ്റ്സ് ടു ട്രാജഡി എന്നാണ്. ഇപ്പോൾ ഇവർക്ക് നല്ലൊരു എൻഡിങ് അല്ല ഉണ്ടായത്, എല്ലാവർക്കും ഒരു ട്രാജഡിയാണ് ഈ പ്ലേ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് ഒരു തീം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കർണാട് പറയുന്നത് ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ്, സെൽഫ് ഐഡന്റിറ്റി. കപിലയ്ക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, അത് നല്ലപോലെ ആക്കാൻ പറ്റിയില്ല. അതായത് കപിലയുടെ ആ ഒരു മുഖവും പിന്നെ ദേവദത്തയുടെ ശരീരവും ആയപ്പോൾ അവന്റെ ഐഡന്റിറ്റി മാറിപ്പോയി. അതേപോലെ തന്നെ ഐഡന്റിറ്റി ഒരു കോൺഫ്ലിക്റ്റ് വന്നത് ദേവദത്തയ്ക്കും ഉണ്ടായിരുന്നു, സെയിം സംഭവം തന്നെയാണ്. പിന്നൊന്ന് മൈൻഡ് വേഴ്സസ് ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് മനസ്സ് ഇതേപോലെ തന്നെയാണ് ഇപ്പൊ കപിലയുടെ മൈൻഡും ദേവദത്തയുടെ ശരീരവും, അങ്ങനെയുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് രണ്ടുപേർക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് കർണാട് ഈ ഒരു പ്ലേയിലൂടെ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചർ ഉണ്ട്, ഒരു ക്വസ്റ്റ് ഫോർ ഇൻകംപ്ലീറ്റ്നെസ്, അത് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. ഹ്യൂമൻ നേച്ചർ ആണ് എന്തിനും ഒരു കംപ്ലീറ്റ്നെസ്, ആ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു സംഭവം. അത് തന്നെയാണ് കർണാട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ട്രാജഡിയിലേക്കാണ് നയിക്കുന്നത് എന്നും കൂടെ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുന്നത് ഹയവദന മാത്രമാണ്. അതും ശരിക്കും ഹയവദന ഒരു ഹ്യൂമൻ ഫോം ആവണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ദേവിയുടെ ഉറക്കം കാരണം അത് കംപ്ലീറ്റ് ആയില്ല. എന്നാലും ഒരു ഹോഴ്സ് രൂപമായിട്ട് അല്ലെങ്കിൽ ഹോഴ്സിന്റെ വോയിസ് ആയിട്ട് ഇനിയുള്ള കാലം ജീവിക്കാം എന്നുള്ള രീതിയിൽ ഹയവദനയ്ക്ക് ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതില് ഇന്ത്യൻ റൈറ്റേഴ്സ് ആരും ഇങ്ങനത്തെ ഒരു സംഭവം, അതായത് തോമസ് മാന്റെ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്നാണ് ഈ ഒരു തീം എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇന്ത്യൻ കൾച്ചറിൽ കുറെ മ്യൂസിക്കൽ എലമെന്റ്സ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ കാളിയുടെ ഒരു കോമഡിക്കൽ എഫക്റ്റ് അത് കൊടുത്തതും നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ എന്തായി എന്ന് എനിക്കറിയില്ല. ചിലർക്ക് എല്ലാ കൺഫ്യൂഷൻസും വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കാളിയുടെ കോമഡി ആ ഒരു എഫക്റ്റ് കൊടുക്കുന്നതും കർണാടിന്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. പിന്നെ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു തീമാണിത്, നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള തീം ഇത്രയും കോമഡി അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്തും ഒരു കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞ ക്വസ്റ്റിന് വേണ്ടി ആ സംഭവം ഇതില് ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നി. അപ്പോ പിന്നെ കുറെ ഒരു മ്യൂസിക്കൽ എലമെന്റ്സ് ഇതിൽ ഓൾറെഡി വരാറുണ്ട്. ശരിക്കും ഇത് 3 പ്ലേസ് എന്ന് പറഞ്ഞ ബുക്കിലുള്ള ഒരു സംഭവം മാത്രമാണ്, ഇതല്ലാതെ നാഗമണ്ഡലയും തുഗ്ലക്കും ഉണ്ട്. അപ്പോ നാഗമണ്ഡലിയും ഇതേപോലെ മിത്തിക്കൽ ആ ഒരു സംഭവം വരുന്നുണ്ട്, സർപ്പം ഒക്കെ വരുന്നുണ്ട്, മാജിക്കൽ റിയലിസം വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറയാനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഹയവദന
എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഒന്നാണെന്ന് തോന്നി. കുറച്ച് വെറൈറ്റി ആണത്, ഡിഫറെൻറ്റ് സംഭവമാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയില്ല ഇത് കേട്ടപ്പോൾ എത്രത്തോളം ഇതിൻ്റെ തീമും ഇൻകംപ്ലീറ്റ്നെസ് ആണ്. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം അറിയില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇത് ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു അങ്കിത. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന്. പക്ഷെ എന്നാലും നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിലത്തെ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെയും ആ കുതിരമുകളുള്ള മനുഷ്യനെയൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഈ സെഷന്റെ ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഹന്നയെ ക്ഷണിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യം തന്നെ അങ്കിതയുടെ നെറേഷനെ പറ്റിയാണ് പറയാനുള്ളത്. അങ്കിത വളരെ ഭംഗിയായിട്ടാണ് നെറേറ്റ് ചെയ്തത്. ഒരു തവണ അവൾ ഓൾറെഡി നമ്മളെ അടുത്ത് അത് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ വീണ്ടും കേൾപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവളെ വീണ്ടും നമ്മളവിടെ ഇരുത്തിയത്. ഞാനിത് 2ാമത്തെ തവണയാണ് വീണ്ടും കേൾക്കുന്നത്. പക്ഷേ അതേ ഫ്രഷ്നെസ് തന്നെയാണ് അങ്കി വീണ്ടും അത് പ്രസന്റ് ചെയ്ത് തന്നത്. പിന്നെ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാജഡി മിത്തിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ചില ഭാഗങ്ങളിൽ ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് സ്റ്റോറി പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ബുക്കിനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് അത് തന്നെ ഞാൻ അങ്കിതനോട് താങ്ക്സ് പറയാണ്. നല്ല നറേഷൻ ആയിരുന്നു. താങ്ക് യു. അങ്കിത, ഈ പുസ്തകം സെലക്ട് ചെയ്തതിന് ആദ്യം കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. കാരണം ഗിരീഷ് കർണാടിന്റെ പുസ്തകങ്ങൾ നമ്മൾ പലതും നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പരിചയമുള്ള ഒരു പുസ്തകമാണ് നാഗമണ്ഡല. ഏകദേശം ആ ഒരു ലെവലിലേക്കുള്ള ഒരു പുസ്തകം തന്നെയായിരുന്നു ഈ പുസ്തകം. ഇതിലെ കോംപ്ലക്സിറ്റി നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിൽ പറയുന്ന ഒരു ഫിലോസഫിക്കൽ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മനുഷ്യൻ ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള കാര്യം, പിന്നെ കംപ്ലീറ്റ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ ട്രാജഡിയിലേക്ക് പോകും എന്നുള്ള കാര്യം ഒരു സന്ദേശം കൂടെ വരുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് മനുഷ്യനെ തേടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രാജഡിയിലേക്കാവും ചിലപ്പോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് ഒരു പക്ഷെ ട്രാജഡി ആയിരിക്കും എന്നൊരു മെസ്സേജും കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ മനുഷ്യൻ എന്ന് കഴിഞ്ഞാൽ, മനുഷ്യൻ എന്നാല് അവന്റെ തലയാണോ അവന്റെ ഉടലാണോ? ഒരു നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. മനുഷ്യൻ എന്നാൽ തലയാണോ നമ്മുടെ ഐഡന്റിറ്റി, അതോ നമ്മുടെ ശരീരമാണോ? നമ്മുടെ തല പോയി കഴിഞ്ഞിട്ട് വേറൊരു ഉടല് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളായി മാറുമോ എന്നൊരു ചോദ്യം അവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ മനുഷ്യന്റെ തലയുടെ മേൽഭാഗത്താണ് സ്നേഹം ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം, അതുപോലെ ശരീരത്തിൽ ലസ്റ്റ് ആണുള്ളത് എന്നുള്ള കാര്യം കൂടെ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. സ്നേഹം വളരുന്നത് തലയിലും, ശരീരത്തിൽ അതിന്റെ ലെസ്റ്റ് ആണ്, ലവ് അല്ല എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ ശരി തന്നെയാണ്. ശരീരത്തിന്റെ ഭാഗത്ത് ലെസ്റ്റ് ആണ് വരുന്നത്, അവിടെ സ്നേഹം അവിടെ ഉദിക്കുന്നില്ല, സ്നേഹമൊക്കെ തലച്ചോറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് ആ കുതിരയെ അവതരിപ്പിക്കുന്നത് അതിനെ സിംബോളിക്കാണ്. ഈ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ തലയാണോ ഉടലാണോ അവന്റെ ഐഡന്റിറ്റി എന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അടുത്ത് തന്നെ ഒരു സിംബോളിക് എന്ന ലെവലിൽ ആ കുതിരയെ ആക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇത് നിന്റെ നെരേഷൻ അത് പെട്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം, കാരണം കുറെ തീമുകൾ വരുന്നുണ്ട്. എങ്കിലും നിന്റെ ആ പ്രസന്റേഷനിൽ എല്ലാം വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു സർ. അടുത്തതായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ വിദ്യയെ ക്ഷണിക്കാം. ഹലോ അങ്കിത, നന്നായി പറഞ്ഞു കേട്ടോ. ഞാൻ ഒരു വട്ടം ഇത് അവിടെ കോളേജിൽ അവതരിപ്പിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ നീ എനിക്കിങ്ങനെ പറഞ്ഞു തരുന്ന ആ ഒരു രീതി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ കേട്ടിരുന്നത് അതേ ഒരു ഫീലിൽ തന്നെയാണ് ഇപ്പോഴും കേട്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുപോലെ തന്നെ അതിലത്തെ ക്യാരക്ടേഴ്സിനെ പറയുകയാണെങ്കിലും അവരുടെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ കഥ പറയുമ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ എടുക്കില്ല, അതേപോലെയായിരുന്നു നമുക്ക് പറയുമ്പോൾ അങ്ങനെയാണ് മനസ്സിൽ ഓരോരോ സീനും ഇങ്ങനെ വന്നു പോയിരുന്നത്. പിന്നെന്താ, മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു വിദ്യ. ഇനി നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് നവ്യയെ ക്ഷണിക്കുകയാണ്. അങ്കിത, എല്ലാരും പറഞ്ഞ പോലെ തന്നെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതായത് ഒരു ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവുന്ന, നീ പറഞ്ഞ പോലെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കഥ, പക്ഷെ നല്ല ഭംഗിയായിട്ട് നല്ല വ്യക്തമായിട്ട് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്.
അതായത് ആ നാടകത്തിലെ കഥാപാത്രങ്ങളായിക്കോട്ടെ, അതിൽ പറയുന്ന വിഷയങ്ങളായിക്കോട്ടെ, അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല വ്യക്തമായിട്ട് അങ്കിത് വിശദീകരിച്ചു. അപ്പോ നമുക്ക് ആ പുസ്തകത്തിലൂടെ വായിച്ചൊരു പ്രതീതിയാണ് ലഭിച്ചത്. അപ്പോ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു നവ്യ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണം എന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഈ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വേണ്ടി ഇന്ന് ഈ റിവ്യൂ പറഞ്ഞ അങ്കിതക്കും ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും ഇവിടെ കൂടി എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക് യു.